ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ ദ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു. ഒരുപാട് നാളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഡെയിലി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചെയ്ത് അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ ഒന്നും ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് എപ്പോൾ നടക്കുന്ന അത് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം. ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാര്യമാണ് ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. അതിന് എന്ത് ഗൈഡൻസ് ആണ്, എന്ത് കാര്യമാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Okay, Six of Swords. The Lovers. Strength. The Devil. Okay. Three of Cups. Nine of Pentacles. Five of Swords. The Wheel of Fortune. Judgment. Okay. Two of Wands. King of Wands. ഞാൻ മൊത്തത്തിലുള്ള ഒരു ജനറൽ ആയിട്ടാണ് എടുത്തത്. പക്ഷേ എനിക്കിവിടെ കൂടുതലും കിട്ടിയിരിക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. റിലേഷൻഷിപ്പും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ഇന്ന് റിലേഷൻഷിപ്പിൽ ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ കരിയറിൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേറൊരു പ്രശ്നത്തിന് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ചില വ്യക്തികളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് ഒരു വ്യക്തി, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു പ്രശ്നം തരുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം വേണമെന്നാണ് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു നിന്നത്. അതിലൊരു മാജിക്കാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അത് മജീഷ്യൻ എന്ന് പറയുമ്പോൾ അതിലൊരു ന്യൂ ബിഗിനിങ്സ് വരുന്നു, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഫസ്റ്റിലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഇവിടെ ടു ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, ഡബിൾ വന്നിട്ടുണ്ട്. രണ്ടും പറയുന്നത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ചേഞ്ച് ഇവിടെ വരുന്നു. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. ആ കാലചക്രം, ആ ലക്ക്, ആ ഭാഗ്യം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന മൊത്തത്തിൽ ഓവറോൾ സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റിലെ വന്നിരിക്കുന്ന സിക്സ് ഓഫ് സോഡ്സ് ആണ്. ഇവിടെ കാർഡ് കാണുമ്പോഴേ അറിയാം, ഇവിടെ കുറേ തിരമാലകളാണ്. ഇവിടെ ശാന്തമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നത് ഇത്രയും ദിവസം കുറേ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ പിടിച്ച് സ്ട്രഗിൾ ചെയ്ത് മറ്റുള്ളവർ നിങ്ങളെ തകർക്കണം, തളർത്തണം, അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കണം, നിങ്ങളുടെ ദുഃഖങ്ങൾ കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തണം, നിങ്ങളുടെ നാശം കാണണം, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ഏതൊരു കാര്യത്തിലായാലും അങ്ങനെ ഒരു ഇൻ്റർഫിയർ തന്ന് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു ആ വ്യക്തി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഇരുന്നുവെങ്കിൽ അത് എല്ലാം മാറിപ്പോകാൻ പോകുന്നു. കാരണം നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അവിടെ നിങ്ങൾ സ്റ്റക്കല്ല. ഇതുവരെ അവിടെ സ്റ്റക്കായി തളർന്ന് കരഞ്ഞ് ഒരുപാട് വേദനിച്ചു നിങ്ങൾ ഇരുന്നെങ്കിൽ ഇനി അതല്ല, നിങ്ങൾ ആ പുതിയൊരു ഫ്യൂച്ചർ, നിങ്ങളുടെ സന്തോഷത്തിന് തേടിയുള്ള യാത്ര, ഇതുവരെ നിന്ന് ആ തിരമാലകളെല്ലാം മാറിയിട്ട് ശാന്തമായ ഒരു യാത്രയാണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. പിന്നെ അവിടെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രയും സ്നേഹിച്ച, നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്നു.
പക്ഷേ അങ്ങനത്തെ ഒരു കണക്ഷനും തന്നെയാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, പരസ്പരം ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ പറഞ്ഞതുപോലെ മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നാക്രമണവും പിന്നെ അതിൽ പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളും, നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ തന്നെ അതിൽ പെട്ടു പോകുന്നു. അവർക്കും ചില അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് അവരോട്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുന്നത് ആരും ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷൻ തന്നെ ആവാം. എന്തായാലും നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഒരു ന്യായം കിട്ടണമെന്ന് ആഗ്രഹിച്ചത്, നിങ്ങളൊരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി തന്നെ അവരുടെ പക്കലേക്ക് ചായുകയും അത് നിങ്ങൾക്കൊരുപാട് വേദന ഉണ്ടാക്കി നിങ്ങളെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി തന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേയൊക്കെ മാനസികമായി സ്ട്രോങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫസ്റ്റെല്ലാം നമ്മൾ കുറേ തളർന്നങ്ങ് വീഴുന്നു പോകും. പിന്നെ നമ്മൾ അതിൽ നിന്ന് പതിയെ സ്ട്രോങ് ആവാൻ തുടങ്ങും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നതേ അങ്ങനെയാണ്, നമ്മളെ കുറേ സ്ട്രോങ് ആക്കാനും കൂടിയാണ്. സ്ട്രോങ് ആക്കുന്നത് മാത്രമല്ല, അതവിടെ 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നമുക്കപ്പോഴാണ് നമുക്കൊരു പ്രാധാന്യം തരാതെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ നമ്മളെ ചൂസ് ചെയ്ത മറ്റൊരു സിറ്റുവേഷൻസിൽ പെട്ട് നമുക്കൊരു വാല്യൂം തരാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് കുറേ ഇങ്ങനെ മൈൻഡിൽ കുറേ വൈരാഗ്യങ്ങളൊക്കെ വരുന്നത്. അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഞാൻ സ്ട്രോങ് ആവണം, ഞാൻ സെൽഫ് കെയർ ചെയ്യണം, ഞാൻ എൻ്റെ ഹെൽത്തിനെ, എൻ്റെ ശരീരത്തിനെയും എന്നെ സ്നേഹിക്കണം, ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം, എൻ്റെ കരിയറിനെ ബിൽഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ വന്ന് നമ്മൾ സക്സസ് ആവുന്നത് പോലും ഇങ്ങനത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറേ സ്ട്രോങ് ആയി ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതും സക്സസ് ആവുന്നതും. കുറേ വ്യക്തികൾ ഇങ്ങനെ കരിയർ മാത്രമല്ല, നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മളിങ്ങനെ സ്ട്രോങ് ആയി നമ്മൾ വളരെ ബോൾഡ് ആവുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ്. സോ അങ്ങനെ ഒരു കാര്യവും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആൾറെഡി കുറച്ച് പേരൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ അതിലെത്തിച്ചേരും എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങളൊരു അഡിഷനിലായിരുന്നു, അവർ നിങ്ങൾക്കൊരു അഡിഷനായിരുന്നു. വ്യക്തി ഒരു 2 സിറ്റുവേഷൻസിലൂടെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവർക്ക് ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അവർ ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ എന്ന് അറിയാതെ ഇങ്ങനെ രണ്ടിനെയും പിടിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലോ എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ആകുന്നത്. നമ്മൾ തളർന്നു പോകുന്നതും നമ്മുടെ ജീവിതത്തിൽ കുറേ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ്, അവരൊരു തീരുമാനം എടുക്കാതെ സൈലൻ്റ് ആകുമ്പോഴാണ്. അങ്ങനെ കുറേ വഴക്കുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ കുറേ ഫൈറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ട് ന്യായമല്ലാത്ത രീതിയിൽ സംസാരിക്കുക, പെരുമാറുക, അതൊക്കെ നേരത്തെ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കില്ല. നിങ്ങളൊരു ലവേഴ്സ് എനർജിയിലാണ്, ഒരു പരസ്പരം ഒരു സോൾമേറ്റ് കണക്ഷൻ, പരസ്പരം എൻകറേജ് ചെയ്യുന്ന, പരസ്പരം കരുത്തായിട്ട് നിന്ന ഒരു ബന്ധമായിരിക്കാം. പെട്ടെന്നായിരിക്കാം ഇത് മാറിയത്, ഇങ്ങനെ മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് കാരണമോ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ പെട്ട് നിന്നാണ് ഇങ്ങനൊരു എനർജിയിലേക്ക് മാറിയത്, നിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. ആ ഒരു എനർജിയിൽ നിന്ന് ഇനി അങ്ങോട്ട് 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ടാകുന്നു. ഞാൻ ആൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം, അതിൽ ഒരു സെലിബ്രേഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ആ വഴക്കും കോൺഫ്ലിക്റ്റും കഴിഞ്ഞ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നത്. ആ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതും സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതും, ഇവിടെ ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് ന്യായം കിട്ടാൻ പോകുന്നു. ഇതുവരെ ആ വ്യക്തി ഇങ്ങനെ 2 സിറ്റുവേഷൻസിൽ പെട്ട് നിങ്ങളെ ചൂസ് ചെയ്യാൻ നിന്നെങ്കിൽ, ഇനി അവർ നിന്നെങ്കിൽ പോലും ആ പ്രപഞ്ചം നിങ്ങൾക്ക് ന്യായം തരാൻ പോകുന്നു. ആ സിറ്റുവേഷൻസ് മാറിപ്പോകും. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു രീതിയിൽ പ്രപഞ്ചം അങ്ങനെ അനുകൂലമാക്കി തരും നിങ്ങൾക്ക്. ഇനി അവിടെ ബോട്ടത്തിൽ നോക്കൂ, കിങ് ഓഫ് വാൺസ് ആണ്. ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കാൻ കഴിയില്ല. കാരണം അതിനുള്ള സിറ്റുവേഷൻസിലൂടെ ആ വ്യക്തിയെ ഈ പ്രപഞ്ചം കൊണ്ടു ചെന്ന് നിർത്തും. അതാണ് ഈ ജഡ്ജ്മെൻറ്റും വീൽ ഓഫ് ഫോർച്യൂണും. ആ വ്യക്തിയെ കൊണ്ടത് ചെയ്യിപ്പിക്കും, നിങ്ങളെ ചൂസ് ചെയ്യിപ്പിക്കും. ആ ഒരു ഡബിൾ എനർജി, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ടായി പോകും. കാരണം അവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോഴേ ഒരു എൻഡിങ് ആണ്. ഇതുവരെ നിങ്ങൾ കടന്നുപോയ ആ ഒരു എന്താണോ നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, ഒരു ന്യൂ ബിഗിനിങ്സ്. ഇപ്പോൾ ഇത് ജോലിയുടെ കാര്യത്തിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ തേർഡ് പാർട്ടി പോലെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും. ആ ഒരു സിറ്റുവേഷൻസിൽ മാറി നിങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും അവിടെ ഡെവലപ്പായി വരും. ആ കാര്യങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്സ് വരും. ആ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു മാനിക്കപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരും. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി മാറി വന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ ചൂസ് ചെയ്ത് ആ വ്യക്തി അവിടെ നിൽക്കും. ഇതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നത് എന്ന് ഫസ്റ്റ് തന്നെ പ്രപഞ്ചം നമുക്ക് തന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.